വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ 12ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ സ്പെരിക്കൽ മിറർ അല്ലെങ്കിൽ ഗോളീയ ദർപ്പണങ്ങൾ, അതായത് ഫിസിക്സിന്റെ ലാസ്റ്റ് ചാപ്റ്റർ കേട്ടോ. നമ്മുടെ ബേസിക് സയൻസിന്റെ ഓരോ ചാപ്റ്ററുകളും തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്സിന്റെ ലാസ്റ്റ് പാഠമാണ്, കെമിസ്ട്രിയുടെ ലാസ്റ്റ് പാഠം ഇട്ടിട്ടുണ്ട്, ഒരു പാർട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ, ഓരോ പാർട്ടായിട്ട് വരുന്നുണ്ട്. ബയോളജിയുടെയും ഒരു പാർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് 2ാമത്തെ പാർട്ടാണ് കുഞ്ഞുങ്ങളെ. 1ാമത്തെ പാർട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇപ്പം ഇത് ഒന്നുകൂടെ കാണിക്കുന്നത്. 1ാമത്തെ എന്താണ് സ്പെരിക്കൽ മിറർ, എന്താണ് ഈ ഗോളീയ ദർപ്പണങ്ങൾ കേട്ടോ. നമ്മൾ 1ാമത്തെ പാർട്ടിൽ ഫസ്റ്റ് 1-2 പേജിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് കയറി കാണുക. ഇനി നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത്രയും സമയം പോകും. അതുകൊണ്ട് വായിച്ച് ഞാനങ്ങ് പോവാം. ഗോളീയ ദർപ്പണങ്ങൾ എന്നാൽ എന്താണ്? മിറേഴ്സ് ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഫോം എ പാർട്ട് ഓഫ് എ സ്ഫിയർ ഈസ് കാൾഡ് സ്പെരിക്കൽ മിറർ. പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഗോളത്തിന്റെ പ്രതിപതന തലം നോക്കൂ നിങ്ങൾ. ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ തന്നെ അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു നമ്മുടെ ഐസ്ക്രീം ബോൾ ഐസ്ക്രീം ഉണ്ടല്ലോ, അങ്ങനെ ഒരു ബോൾ ഐസ്ക്രീം എടുത്തിട്ട് അതുകൊണ്ട് അതിൻ്റെ അടപ്പ് വരുന്നുണ്ട്. ഇത്രയും ഭാഗമാണല്ലോ അതിൻ്റെ ഓപ്പൺ ചെയ്യേണ്ടത്. അത് കണ്ട് നമ്മൾ എടുത്ത് മാറ്റി ഇപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഷേപ്പാണ് വരുന്നത് കേട്ടോ. ഗോളീയ ദർപ്പണങ്ങൾ. പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അങ്ങോട്ടും ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. ഫസ്റ്റ് നമ്മളുടെ ടെസ്റ്റിലെ ചോദ്യം, നിങ്ങളുടെ കണ്ണാടിയുടെ അവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഈ കണ്ണാടിയുടെ പ്രത്യേകത എന്നാൽ എന്തെന്നൊരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കോൺകേവ് മിറർ ഇല്ലേ. നാം നോക്കുന്ന മുഖക്കണ്ണാടി എന്ന് പറഞ്ഞാൽ ഒരു സമതല ദർപ്പണമാണ് കേട്ടോ. നിങ്ങളെ ഇതൊരു കോൺകേവ് മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമതല ദർപ്പണമാണ്. ഇനി അതിന്റെ സ്പെഷ്യൽ എന്താ, വാട്ട് ഈസ് എ സ്പെഷ്യൽ അബൌട്ട് ദ മിറർ ഇൻ ഹിസ് ഹാൻഡ്? കണ്ണാടിയുടെ പ്രത്യേകത എന്താണ്? ആ കയ്യിലിരിക്കുന്നതാണ് ബിഗ്ഗർ ഇമേജ് ക്യാൻ ബി സീൻ ഇൻ ദ മിറർ. ഒരു ഇതിൽ കൂടി നമ്മളെ നോക്കിയാൽ നമ്മുടെ പ്രതിബിംബം അല്ലെ, ഇതിൽ നിന്ന് പ്രതിബിംബം വലുതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. അതിൽ കൂടി നോക്കിയാൽ കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദ മിറർ വി യൂഷ്വലി യൂസ് ടു സീ അവർ ഇമേജിന്റെ പ്ലെയിൻ മിറർ കേട്ടോ. അതൊന്ന് റഫായിട്ട് ചോദിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ 2 അടുത്ത 3ാമത്തെ, നമുക്കൊരു കണ്ണാടി എങ്ങനെ നിർമ്മിക്കാമെന്ന് ടെസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷുകാർക്ക് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി മലയാളത്തിൽ ഒന്നുകൂടെ എഴുതിയെന്നേ ഉള്ളൂ. സ്റ്റിക്ക് എ പീസ് ഓഫ് സിൽവർ പേപ്പർ കേട്ടോ. സിൽവർ പേപ്പർ കണ്ട് അത് ഈ ടെസ്റ്റിൽ തന്നെ അതിന്റെ പടം കൊടുത്തിട്ടുണ്ട്. സിൽവറിന്റെ ഇതിലെ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ അതേലെ. സ്റ്റിക്ക് എ പീസ് ഓഫ് സിൽവർ പേപ്പർ അല്ലെങ്കിൽ മിറർ സ്റ്റിക്കർ ഓൺ എ പീസ് ഓഫ് കാർഡ്ബോർഡ്, ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് എ മിറർ. ഒരു കാർഡ്ബോർഡിൽ സിൽവർ പേപ്പർ ശ്രദ്ധയോടെ നമ്മൾ ഒന്ന് ഒട്ടിച്ചു നോക്കൂ. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു ഇതാവാതെ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് ഒട്ടിച്ചു നോക്കൂ. ഒരു സമതല ദർപ്പണം നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഒരു കണ്ണാടി നിർമ്മിക്കാൻ ഒരു കാർഡ്ബോർഡിൽ നമ്മുടെ സിൽവർ പേപ്പർ എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് ശ്രദ്ധയോടെ ഒന്ന് ഒട്ടിച്ചു നോക്കൂ. അപ്പം നമുക്കൊരു സമതല ദർപ്പണം കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി ബെൻഡ് ദീസ് ഇൻവേർഡ് ആൻഡ് ലുക്ക് ഇൻ ടു ഇറ്റ്. അതെന്താ, കാർഡ്ബോർഡിന്റെ പ്രതിപതന തലം ഒന്ന് അകത്തേക്കൊന്ന് വളച്ചു നോക്കൂ എന്നാ പറയുന്നത്. കാർഡ്ബോർഡിന്റെ പ്രതിപതന തലം നമ്മളൊന്ന് അകത്തോട്ട് വളച്ചു നോക്കിയാൽ എന്തായിരുന്ന ഒരു വലിയ പ്രതിബിംബം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു സമതല നമ്മൾ ഈ ഉണ്ടാക്കിയ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ഈ കാർഡ്ബോർഡിന്റെ പ്രതിപതന തലം ഒന്ന് അകത്തേക്ക് വളച്ചു നോക്കൂ, അന്നേരം നമുക്ക് വലിയ പ്രതിബിംബം കാണാൻ സാധിക്കും. എന്നാൽ വാട്ട് ഇഫ് യു ബെൻഡ് ഇറ്റ് ഔട്ട് വേഡ്? കാർഡ്ബോർഡിന്റെ പ്രതിപതന തലം ഒന്ന് പുറത്തേക്ക് വളച്ചാലോ എ സ്മാൾ ഇമേജ് ക്യാൻ ബി സീൻ കേട്ടോ. അതിൻ്റെ സ്പൂണിനെ കുറിച്ചൊക്കെ കുറേ കാര്യം പറയുന്നുണ്ട്. നമ്മളൊരു സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ കേട്ടോ, സ്പൂണിൻ്റെ നമ്മൾ ഇപ്പം എങ്ങനെ ഈ സ്പൂൺ വരയ്ക്കുന്നതിൻ്റെ ഇങ്ങനെ ഒരു സ്പൂണല്ലേ അല്ലേ. ഇതിനകത്തിൽ നമ്മളിപ്പം എന്തെങ്കിലും വിളമ്പോ പഞ്ചസാരയോ വല്ലോ ഒക്കെ ഇട്ട് കൊടുക്കുമെങ്കിൽ ഇത്രയും ഭാഗം കുഴിഞ്ഞകത്തോട്ടിരിക്കുമല്ലേ ഇല്ലയോ. എന്നാൽ അപ്പുറത്തെ വശം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അപ്പുറത്തെ വശം ഇല്ലേ ഇങ്ങനെ. അതിൻ്റെ അടിഭാഗം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊന്ന് ഓർത്താൽ മതി കേട്ടോ. കാർഡ്ബോർഡിൻ്റെ പ്രതിപതന തലം പുറത്തേക്ക് വളച്ചാലോ എന്ന് ചോദിച്ചാൽ അതിൽ കൂടെ നമ്മൾ നോക്കിയാൽ നമുക്ക് ചെറിയ എ സ്മാൾ ഇമേജ് ക്യാൻ ബി സീൻ കേട്ടോ. ചെറിയ പ്രതിബിംബമായിരിക്കും നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊരു ചോദ്യമായിട്ടുണ്ട്. നമ്മളത് വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് ഓടിച്ചിട്ട് പോവുക നിങ്ങളെ. അവിടെ കാർഡ്ബോർഡിൻ്റെ പ്രതിപതന തലം അകത്തേക്ക് വളച്ചാൽ അല്ലേ ബെൻഡ് ദീസ് ഇൻവേർഡ് ആൻഡ് ലുക്ക് ഇൻ ടു ഇറ്റ് എ ബിഗ്ഗർ ഇമേജ് ക്യാൻ ബി സീൻ. എന്നാൽ വലിയ പ്രതിബിംബം കാണാൻ നമുക്ക് കാർഡ്ബോർഡിന്റെ പ്രതിപതന അകത്തോട്ട് വലിച്ചാൽ നമുക്കൊരു വലിയ പ്രതിബിംബം കാണാൻ സാധിക്കും. എന്നാൽ ഔട്ട്വേർഡ് ആണെങ്കിലോ ചെറിയ പ്രതിബിംബം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ടെസ്റ്റിൽ തന്നെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടാബുലേറ്റ് ദ ഒബ്സർവേഷൻ, നിരീക്ഷണം പട്ടികപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട്. ഷേപ്പ് ഓഫ് ദ ഷീറ്റും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജും ടെസ്റ്റിലെ ചോദ്യമാണ് കേട്ടോ. ഷേപ്പ് ഓഫ് ദ ഷീറ്റും
പ്രതിബിംബത്തിൻ്റെ സവിശേഷത കണ്ടോ, പ്രതിബിംബത്തിൽ അതിനകത്തിൽ ഫസ്റ്റ് എന്താണ്, ഫ്ലാറ്റ് അത് നിവർന്നതാണ്, ബെൻഡ് ഔട്ട്വേഡ് പുറത്തേക്ക് വളഞ്ഞതാണ്, ബെൻഡ് ഇൻവേഡ് അകത്തേക്ക് വളഞ്ഞത്. ഷീറ്റിൻ്റെ ആകൃതി നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന്, അകത്തേക്ക് വളഞ്ഞേക്കാം പുറത്തേക്കും ആക്കാം അല്ലേ. എന്നാൽ ഇവിടെ റിയൽ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് യഥാർത്ഥ വലിപ്പം, ഫ്ലാറ്റ് ആണെങ്കിൽ എന്താ അത് യഥാർത്ഥ വലിപ്പമായിരിക്കും. ബെൻഡ് ഔട്ട്വേഡ് ആണെങ്കിലോ, ബെൻഡ് ഔട്ട്വേഡ് ആണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച സ്മാളർ ദാൻ ദ ഒബ്ജക്റ്റ്, വസ്തുവിനെ നമുക്ക് ചെറുതായിട്ട് കാണാം. ബെൻഡ് ഇൻവേർഡ് ആണെങ്കിലോ, ബെൻഡ് ഇൻവേർഡ്സ് ആണെങ്കിൽ വസ്തുവിനെ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ മേളിൽ പറഞ്ഞ് അതങ്ങ് ഓർത്താൽ മതി കേട്ടോ. നമ്മൾ മുമ്പ് കണ്ണാടി ഉണ്ടാക്കിയില്ലേ, അതുപോലെ ബെൻഡ് ഇൻവേർഡ്സ് ആണെങ്കിൽ എന്താ, നമുക്ക് വസ്തുവിനെ ആ വസ്തുവിനേക്കാൾ നമുക്ക് വലുതായിട്ട് അതിൽ കൂടെ കാണാൻ പറ്റും. ബെൻഡ് ഔട്ട്വേഡ് ആണെങ്കിൽ വസ്തുവിനേക്കാൾ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ അത് ചെറുതായിട്ട് കാണാം, ഇതിനകത്ത് വലുതായിട്ടും കാണാം. ഇൻവേർഡും ഔട്ട്വേർഡും തിരിഞ്ഞു പോകല്ലേ. 4 എണ്ണം. അടുത്ത 5ാമത്തെ ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ടേക്ക് എ ക്ലീൻ സ്റ്റീൽ സ്പൂൺ ആൻഡ് ഒബ്സർവ് യുവർ ഫേസ് ഓഫ് ഇറ്റ്സ് ബോത്ത് സൈഡ്. സ്പൂണിൻ്റെ കാര്യം കേട്ടോ. അതായത് ഒരു പുതിയ സ്റ്റീൽ സ്പൂണിൻ്റെ ഇരുവശങ്ങളിലും നിങ്ങളുടെ മുഖം ഒന്ന് നോക്കുക. ഹൗ ഡസ് ദ ഇമേജ് അപ്പിയർ ഓൺ ദ ഔട്ടർ സൈഡ് ഓഫ് ദ സ്പൂണ്. സ്പൂണിൻ്റെ പുറം വശത്ത് പ്രതിബിംബം എങ്ങനെയാണ് കാണപ്പെടുന്നത്? ദ ഇമേജ് അപ്പിയർ സ്മാളർ ദാൻ ദ ഒബ്ജക്റ്റ്. ആ പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ. എങ്ങനെയാണ്? അപ്പിയർ ഔട്ടർ സൈഡ് ഓഫ് ദ സ്പൂൺ ആണ് കേട്ടോ. ഹൗ ഡസ് ദ ഇമേജ് അപ്പിയർ ഓൺ ദ ഔട്ടർ സൈഡ് ഓഫ് ദ സ്പൂണ്. സ്പൂണിന്റെ പുറം വശത്ത് പ്രതിബിംബം എങ്ങനെ കാണപ്പെടുന്നു? ദ ഇമേജ് അപ്പിയേഴ്സ് സ്മാളർ ദാൻ ദ ഒബ്ജക്റ്റ്. പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിട്ട് കാണപ്പെടുന്നു. വാട്ട് അബൌട്ട് ദ ഇന്നർ സൈഡ്. സ്പൂണിന്റെ ഉൾവശത്താണെങ്കിലോ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും കേട്ടോ. പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിട്ട് കാണാൻ പറ്റും. അടുത്ത ആക്ടിവിറ്റി ഇത് നമ്മൾ പറഞ്ഞാണ്, അതുകൊണ്ട് പോവാ. ടേക്ക് ആൻ എംപ്റ്റി ഐസ്ക്രീം ബാൾ ആൻഡ് കട്ട് എ പോർഷൻ ഓഫ് ഇറ്റ്. നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞില്ലേ ഐസ്ക്രീം ബോളിൻ്റെ തുറക്കുന്ന ഭാഗം അങ്ങ് ഓർത്താൽ മതി നിങ്ങൾ. അതിൻ്റെ ബോൾ ഐസ്ക്രീമിൻ്റെ തുറക്കുന്ന ഭാഗം ഓഫ് ഇറ്റ്. സ്റ്റിക്ക് മിറർ പേപ്പർ ഓൺ ദ ഇന്നർ സർഫേസ് ആൻഡ് മേക്ക് ഇറ്റ് എ റിഫ്ലക്റ്റിംഗ് സർഫേസ്. ഹോൾഡ് ഇറ്റ് ഫേസിംഗ് ദ സൺ ആൻഡ് റിഫ്ലക്ട് ദ ലൈറ്റ് റേസ് ഓൺ ടു എ വാൾ. ഒരു ഒഴിഞ്ഞ ഐസ്ക്രീം ബോളിൻ്റെ ഭാഗം നമ്മൾ മുറിച്ചെടുക്കുക. അതിൻ്റെ ഉൾവശത്ത് ഒരു മിറർ പേപ്പർ ഒട്ടിച്ചിട്ട് നമ്മൾ ഈ ഐസ്ക്രീം ബോൾ ഇതുണ്ടോ, ഐസ്ക്രീം ബോൾ അന്ന് പഠിപ്പിച്ചതാണ്. ആ ഐസ്ക്രീം ബോൾ എടുത്തിട്ട് തന്നെ ഇത്രയും ഭാഗം താണ് തുറക്കുന്ന ഭാഗം. ആ ഭാഗം ഏതാണ്? നമുക്ക് തന്നെ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത് കണ്ടല്ലോ. ഇതിൻ്റെ അകത്തുണ്ടല്ലോ, ഇതിൻ്റെ അകത്തെ ആ ഭാഗം അതാണ്. അത് മിറർ പേപ്പർ ഒട്ടിച്ച് ഒരു പ്രതിപതന തലം ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് സൂര്യൻ അഭിമുഖമായിട്ട് പിടിച്ചിട്ട് ഈ പ്രതിപതന കിരണങ്ങളെ ചുമരിലേക്കൊന്ന് പതിപ്പിച്ചു നോക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം നമുക്ക് എന്താണ് കിട്ടുന്നത്? വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ? അവിടെ എന്ത് നമുക്ക് കാണാൻ പറ്റും? പ്രതിപതന കിരണങ്ങൾ ഒരു ബിന്ദുവിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അത്രയും ചോദ്യം ഉണ്ടെങ്കിലും ഉത്തരം അതേ ഉള്ളൂ നിങ്ങളെ. ദ റിഫ്ലക്റ്റഡ് റേസ് കൺവേർജ് അറ്റ് എ പോയിന്റ്. പ്രതിപതന കിരണങ്ങൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു എന്നൊറ്റ വരിയേ ഉള്ളൂ അതിൻ്റെ ആൻസർ കേട്ടോ. ചോദ്യം വലുതായിട്ടുണ്ടെങ്കിലും ഉത്തരം അതേ ഉള്ളൂ. 6 എണ്ണം ഓക്കെയാണോ? 7ാമത്തെ ചോദ്യം അതുപോലെ റിപ്പീറ്റ് ദ ആക്ടിവിറ്റി ബൈ എ സ്റ്റിക്കിംഗ് മിറർ പേപ്പർ ഓൺ ദ ഔട്ടർ സർഫേസ്. വാട്ട് ഡിഫറൻസ് ഈസ് നോട്ടീസ്ഡ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുറിച്ചെടുത്ത ഭാഗത്തിൻ്റെ പുറംവശത്തായിട്ട് മിറർ പേപ്പർ ഒട്ടിച്ച് ഈ പരീക്ഷണം ചെയ്ത് നമ്മൾ ആ മുറിച്ചതിൻ്റെ പുറകുവശം ഉണ്ടല്ലോ, അകത്തൊട്ടിച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത്. അതിൻ്റെ പുറകുവശത്താണ് നമ്മൾ ഇത് ഒട്ടിച്ചതെങ്കിലോ എന്താ? ദ റിഫ്ലക്ടറെ ഡു നോട്ട് കൺവേർജ് അറ്റ് എ പോയിന്റ്. ഇൻ ബോത്ത് ദീസ് എക്സ്പെരിമെന്റ് മിറർ വെയർ മെയ്ഡ് ഫ്രം ഒബ്ജക്റ്റ് വിത്ത് എ സ്പെറിക്കൽ ഷേപ്പ്. അതായത് നമ്മൾ അതിൻ്റെ മറ്റേ വശത്താണ് അത് ഒട്ടിച്ചതെങ്കിൽ എന്താ? പ്രതിപതന കിരണങ്ങൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നില്ല കേട്ടോ. ഒരു ബിന്ദുവിൽ നേരെ ഓപ്പോസിറ്റ് അതിൽ കേന്ദ്രീകരിക്കുന്നില്ല. 2 പരീക്ഷണങ്ങളിലും ഗോളാകൃതിയിലുള്ള വസ്തുവിൽ നിന്നാണ് ദർപ്പണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ 2 പരീക്ഷണങ്ങളിലും ഗോളാകൃതിയിലുള്ള വസ്തുവിൽ നിന്നാണ് ദർപ്പണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ഈ സ്പെറിക്കൽ മിറർ? ഗോളീയ ദർപ്പണങ്ങൾ എന്നാൽ എന്താണ്? നമ്മുടെ 1ാമത്തെ ചോദ്യം അതായിരുന്നു അല്ലേ. മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഫോം എ പാർട്ട് ഓഫ് എ സ്ഫിയർ ആർ കാൾഡ് സ്പെറിക്കൽ മിറർ. പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. പ്രതിപതന തലം ഗോളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഐസ്ക്രീം ബോളിൻ്റെ ഇത്രയും ഭാഗം അടപ്പ് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ
ആ ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഈ എടുത്ത ആ അടപ്പ്, അങ്ങനെ ഓർത്താൽ മതി. ആ അടപ്പ് പ്രതിപതന തലം ഗോളത്തിൻ്റെ, ഇതൊരു ഗോളത്തിൻ്റെ ഒരു ഭാഗമല്ലേ ഇത്, അങ്ങനെ വരുന്ന ദർപ്പണങ്ങളെയാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ സ്പെരിക്കൽ മിററിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. രണ്ട് തരത്തിലുണ്ട് കുഞ്ഞുങ്ങളെ, ഒന്ന് കോൺകേവ് മിറർ എന്നും കോൺവെക്സ് മിറർ എന്നും. ഇനി അങ്ങോട്ടാണ് നല്ലപോലെ അറിഞ്ഞിരിക്കണം. കോൺകേവ് മിററും കോൺവെക്സ് മിററും. അതിലൊന്ന് കോൺകേവ് മിറർ. സ്പെരിക്കൽ മിറേഴ്സ് വിത്ത് എ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ് ആർ കാൾഡ് കോൺകേവ് മിറർ. ഒരു മാർക്കിന് ചോദിക്കാം എന്താണ് കോൺകേവ് ദർപ്പണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ മാർക്കിന് ചോദിക്കുന്നതാ. സ്പെരിക്കൽ മിററിൽ വിത്ത് എ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ് ആർ കാൾഡ് കോൺകേവ് മിറർ. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളെയാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ടെസ്റ്റിൽ അതിനെ കുറിച്ചൊക്കെ പടമുണ്ട്, പടം നോക്കണേ. കോൺകേവ് മിറർ എന്നാൽ എന്താണ്? അതായത് ഇപ്പം നമ്മളിപ്പം മുമ്പ് പറഞ്ഞ പോലെ ഒരു ഐസ്ക്രീം ബോളിൻ്റെ ഇത്രയും ഭാഗം എടുത്തു അല്ലേ, ഇത്രയും ഭാഗം ഇതുപോലെയാണ്, ഇതൊരു ഉദാഹരണമാണ് കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് ഭാഗം അല്ലേ, ഫുള്ളല്ലായിരുന്നോ കുഞ്ഞുങ്ങളെ? ഇതൊരു ഐസ്ക്രീം ബോളാണ്. ഇതിൻ്റെ നമ്മൾ ഇത്രയും ഭാഗം മാറ്റിയാൽ ഇത്രയും വരും അല്ലേ. ഇതിൻ്റെ ഈ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തോട്ടല്ലേ ഇത് കുഴിഞ്ഞിരിക്കുന്നത്. കോൺകേവ്, കേവ് മീൻസ് ഗുഹ അല്ലേ, ഗുഹ എന്ന് വെച്ചാൽ അകത്തോട്ട് തന്നെ ഇങ്ങനെ കേട്ടോ, അകത്തോട്ട് കണ്ടോ, ഇങ്ങനെ അകത്തോട്ട്. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളെയാണ് കോൺകേവ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. ഇത് നല്ലപോലെ പഠിച്ചോണം. ഇത് ഞാൻ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ വിശദമായിട്ട് പറഞ്ഞതാണ്, സെക്കൻഡ് ആയതുകൊണ്ട് കേട്ടോ. കോൺവെക്സ് മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെരിക്കൽ മിറർ വിത്ത് എ റിഫ്ലക്റ്റിംഗ് സർഫസ് കേർവ്ഡ് ഔട്ട്വേഡ്. മറ്റേത് ഇൻവേർഡ് ആണ്, ഇത് ഔട്ട്വേഡ് ആണ്. തിരിഞ്ഞു പോകല്ലേ. ഔട്ട്വേഡ് ആർ കാൾഡ് കോൺവെക്സ് മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ഭാഗത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പുറമേ ഉള്ള കേട്ടോ, പുറമേ ഉള്ള ഔട്ട്വേഡ് ആർ കാൾഡ് കോൺവെക്സ് മിറർ. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളെയാണ് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. പുറത്തേക്ക് ഇങ്ങനെ ഉന്തി നിൽക്കുന്നതുകൊണ്ട് കേട്ടോ, ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ ഉന്തി നിൽക്കുന്നത് കേട്ടോ, ഉന്തി നിൽക്കുന്ന, പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളെ നമ്മൾ കോൺവെക്സ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നു. കാണാൻ വരുന്നുണ്ടല്ലോ, ഇതിൻ്റെ മലയാളം ഇംഗ്ലീഷും ഉണ്ടല്ലോ. കോൺവെക്സും കോൺകേവും തമ്മിലുള്ള വ്യത്യാസം നല്ലതുപോലെ പഠിക്കണേ, കോൺവെക്സും കോൺകേവും. ഇനി പേജ് നമ്പർ 205 നമ്മൾ കുറേ കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളെ കോൺവെക്സ് ദർപ്പണങ്ങളെന്നും പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളെ കോൺകേവ് ദർപ്പണങ്ങളെന്നും പറയുന്നു. അത് നല്ലപോലെ പഠിക്കണം. ഇനി ഇതിനകത്തിൽ വിശദമായിട്ട് ഗോളീയ ദർപ്പണങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിചയപ്പെടാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ അതിൻ്റെ ആ 2 വരി, അതായത് ഈ പടം ഒന്ന് നോക്കണേ കുഞ്ഞില്ല. ഈ പടത്തിൽ വിശദമായിട്ട് അത് പറയുന്നുണ്ട്. ഗോളീയ ദർപ്പണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. കോൺകേവ് ദർപ്പണം എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇതൊക്കെ ഓരോന്നും എന്തുവാന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. കോൺവെക്സ് ദർപ്പണം എന്നാൽ എന്താണ്? കോൺകേവ് ദർപ്പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തിനെയാണ് ഈ അകം ഉണ്ടല്ലോ, അകഭാഗം. കോൺകേവ് പുറത്തോട്ട് കേട്ടോ, പുറത്തോട്ടുള്ളത് എന്താണ്? ഈ പുറത്തെ വശത്തിനാണ് കോൺവെക്സ് ദർപ്പണം എന്നും പറയുന്നത്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ പോവുകയാണ് കേട്ടോ. അതായത് ആദ്യമേ ദ സെൻറ്റർ ഓഫ് ദീസ് സ്പിയർ ഈസ് കാൾഡ് ദ സെൻറ്റർ ഓഫ് ദ കർവേച്ചർ. ഇൻ ദി ഡയഗ്രാംസ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ സി. ഞാൻ വിശദമായിട്ട് ഒന്നുകൂടെ പറയും. ഇതിപ്പോൾ ഞാൻ നോട്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ, അത് ഞാൻ വരച്ച് ഞാൻ കാണിക്കാം കുഞ്ഞുങ്ങളെ. ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ് ഈ ഗോളീയ ദർപ്പണം എന്ന് പറയുന്നത്, ശരിയല്ലേ? ഗോളീയ ദർപ്പണം എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി വട്ടം പറഞ്ഞു, ഒരു ഗോളത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ ഈ ഗോളീയ ദർപ്പണം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ സ്പെരിക്കൽ മിറർ അല്ലേ, ഗോളീയ ദർപ്പണം എന്ന് പറയും. ഈ ഗോളത്തിൻ്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം കേട്ടോ. അതിനെ സി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് നോട്ട് അങ്ങ് പറഞ്ഞതാ, ഞാൻ വരച്ചിപ്പോൾ കാണിക്കാം. നോട്ട് എഴുതുമ്പം എഴുതേണ്ട കാര്യങ്ങൾ കേട്ടോ. ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ് ഗോളീയ ദർപ്പണം കേട്ടോ. ഈ ഗോളത്തിൻ്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം. ഇതിൻ്റെ സി എന്ന അക്ഷരം കൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ദ റേഡിയസ് ഓഫ് ദി സ്പിയർ ഈസ് കാൾഡ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. ദ റേഡിയസ് ഓഫ് ദി സ്പിയർ ഈസ് കാൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ ഗോളത്തിൻ്റെ ആരത്തിനെ വക്രതാ ആരം എന്ന് വിളിക്കുന്നു. നോട്ടാണ് കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല എന്തുവാന്ന്. നോട്ട് എഴുതുമ്പോൾ ഇത് എഴുതാനുള്ളതാണ്. ഇൻ ദ ഡയഗ്രാം CP, CB ആൻഡ് CA റെപ്രസെൻറ്റഡ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. ചിത്രത്തിൽ CP, CB, CA എന്നിവ വക്രതാ ആരത്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതൊരു നമ്മൾ പറഞ്ഞു അല്ലേ, ഇതൊരു ഒരു സർക്കിളുമായിട്ട് അല്ലെ, ഗോളീയ ദർപ്പണം ഒരു ഫുള്ള് അതിൻ്റെ ഇത്രയും ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇതൊരു സർക്കിളിൻ്റെ നടുക്ക് പറയുന്നത് നമ്മൾ സെൻറ്റർ എന്ന് തന്നെ അല്ലേ
ഇല്ല, അതിന് മാറ്റമൊന്നുമില്ല. ഇത് സെൻറ്ററാണ്. ഈ സെൻറ്ററിൽ നിന്നും നമ്മൾ ഒരു സർക്കിളിൻ്റെ എങ്ങോട്ട് വരച്ചാലും അത് റേഡിയസ് അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മാത്സിനകത്ത് പഠിച്ചതാ. ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ ഇത് സെൻറ്ററാണ്. സെൻറ്ററിൽ നിന്നും എങ്ങോട്ട് വരച്ചാലും എന്താണ്? അത് റേഡിയസ് ആണ് അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സി എന്ന് പറഞ്ഞാൽ എന്താവും? നിങ്ങൾ ഇവിടെ സെൻറ്റർ ഓഫ് ദ കർവേച്ചർ എന്നാണ്. ഞാനിപ്പോൾ ഒന്ന് വിശദമായിട്ട് ഒന്നുകൂടെ പറയാം. ഇതല്ല, വേറെ പടം വരച്ച് ഞാൻ കാണിക്കും. ഇപ്പോൾ ടെസ്റ്റിലെ എന്ന് പറഞ്ഞതാ കേട്ടോ. സെൻറ്റർ ഓഫ് ദ കർവേച്ചർ, അതായത് വക്രതാ കേന്ദ്രം, സെൻറ്റർ കേട്ടോ. ഈ സെൻറ്ററിനെ നമ്മൾ സി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ എങ്ങോട്ട് ഈ സിയിൽ നിന്ന് വരച്ചാലും അതിനെ നമ്മൾ പറയുന്നത്? റേഡിയസ് എന്നാണ് അല്ലേ? ഗോളത്തിൻ്റെ റേഡിയസ് ആണ്. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ നമുക്ക് ഈ പ്രകാശം ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ വേണ്ടുന്ന ഈ ഡോട്ടിട്ട് കൊടുത്തേക്കുന്നില്ല, ഇത്രയും ഭാഗമാണ് നമ്മളിൽ ഐസ്ക്രീമിൻ്റെ മുറിച്ച ഭാഗത്തിനെ പറയത്തില്ലേ, അതാ. അപ്പോൾ അത്രയും ഭാഗമാണ് നമ്മൾക്ക് ഇവിടെ വേണ്ടുന്നത്. അപ്പോൾ ആ സെൻറ്ററിൽ നിന്നും നോക്കിക്കേ, അത് പോകുന്ന വര റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് അതിന് പറയുന്നത്. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നാണ് ഇതിൻ്റെ പേര് അല്ലേ? സെൻറ്റർ ഓഫ് കർവേച്ചർ. ഈ സെൻറ്ററിൽ നിന്നും പോകുന്ന ഈ വരയ്ക്ക് പറയുന്ന, ഇങ്ങോട്ട് ഈ വന്നേക്കുന്ന വരയ്ക്ക് പറയുന്ന പേര് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഇവിടെ സി പി അല്ലേ? സി പി എന്ന് പറയുന്നതും സി ബി എന്ന് പറയുന്നതും സി എ എന്ന് പറയുന്നതും എല്ലാം എന്താണ്? ആരത്തെ, ഈ റേഡിയസ് ഓഫ് ദ കർവേച്ചർ അല്ലെങ്കിൽ വക്രത ആരത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ വെറുതെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലേ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇത് നല്ല റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്നാൽ എന്തെന്ന് നമ്മൾ പഠിച്ചതാ. വല്ലോ മനസ്സിലായോ? അതായത് ഇത് മുതലാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ദ റിട്ടേൺ ഓഫ് ലൈറ്റ് ദാറ്റ് ഫാൾസ് ഓൺ എ സർഫസ്. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്. ഇത് നോക്കുഞ്ഞിങ്ങൾ, ഒരു സ്മൂത്തായ ഒരു പ്രതലം അല്ലേ? ഇതിലോട്ട് നമ്മൾ ഇങ്ങോട്ട് ഈ സ്മൂത്തായ ഈ പ്രതലത്തിലോട്ട് നമ്മൾ ഇങ്ങനെ പ്രകാശം ഇങ്ങനെ അടിക്കുന്നു കേട്ടോ. പ്രകാശം ഇങ്ങോട്ട് ആരോ നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് അടിക്കുമ്പോൾ അത് ഇവിടെ തട്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു പ്രകാശം ഒരു പ്രതലത്തിൽ വന്ന് തട്ടിയിട്ട് അത് തിരിച്ചു വരുന്നതിനെ, അതിവിടെ തട്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുക, വന്ന് ഒരു പോയിന്റിൽ വന്ന് തട്ടിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോവുക. കണ്ടല്ലോ, ഈ തിരിച്ചു പോകുന്നതിനെയാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്. ഇവിടെ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവം വെച്ചിട്ട് സ്ഫെറിക്കൽ മിറർ, ഗോളീയ ദർപ്പണം എന്നാൽ എന്തെന്ന് നമ്മൾ പഠിച്ചതാണ്. സ്ഫെറിക്കൽ മിറർ ആർ മിറർ ഇൻ വിച്ച് ദ റിഫ്ലക്റ്റ് ഇൻ സർഫസ് ഈസ് എ പാർട്ട് ഓഫ് ദ സ്ഫിയർ. പ്രതിപതന തലം, ഗോളത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ദർപ്പണങ്ങളെയാണ് നമ്മൾ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് നമ്മൾ പഠിച്ചതാണ്. ഈ സ്ഫെറിക്കൽ മിറർ രണ്ട് വിധമുണ്ട്, കോൺകേവ് മിററും കോൺവെക്സ് മിററും. ഇനി നമ്മൾ ആ കോൺകേവ് മിററിൻ്റെ പാർട്ടുകൾ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, കുറേ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ പാർട്ടുകളാവും. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, പോൾസ് എന്താണ്? നിങ്ങൾ ഇനി ഇത് ഓർത്തോണേ കേട്ടോ. കോൺകേവ് മിററിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് ഇത്രയും ഭാഗം, നമ്മൾ ഐസ്ക്രീമിൻ്റെ ആ എക്സാമ്പിൾ അങ്ങ് ഓർത്താൽ മതി. അതിൻ്റെ അടപ്പ് അത് ഇത്രയും ഭാഗമാണ് കണ്ടോ. ഇത് ഫുള്ള് ഞാനൊരു ഡോട്ട് ഇട്ട് കാണിക്കാം. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ മിററിൻ്റെ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണെന്നറിയോ? പോൾ എന്താണെന്ന് അറിയണം. സെൻറ്റർ ഓഫ് കർവേച്ചർ ഇവിടെ മുതലാണ് നമുക്കിനി അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറേ പറഞ്ഞു, സെക്കൻഡ് പാർട്ട് ഇവിടെ മുതലാണ് അറിഞ്ഞിരിക്കേണ്ടത്. കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ. നമ്മൾ മിററിൻ്റെ പാർട്ടുകളാണ് പഠിക്കുന്നത്, കോൺകേവ് മിററിൻ്റെ പാർട്ട് കേട്ടോ. പോൾസ് ഉണ്ട്, സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, ഫോക്കസ് ഉണ്ട്, പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്, ഫോക്കൽ ലെങ്ത് ഉണ്ട്. ഇതൊക്കെ എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇവിടെ പോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കിയത്, നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ ഇത്രയും ഭാഗം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും ഭാഗം അല്ലേ, സ്ഫെറിക്കൽ മിററിൻ്റെ ഇത്രയും ഭാഗത്തിൻ്റെ ഈ മിററിൻ്റെ സെൻറ്റർ ഏതാന്ന് നോക്കിക്കേ. ഇത് നമ്മൾ പറഞ്ഞു എന്താ? സെൻറ്റർ ഓഫ് ദ കർവേച്ചർ. ഫസ്റ്റ് നമുക്കതാ സെൻറ്റർ ഓഫ് ദ കർവേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. ഇങ്ങനെ ഇതിപ്പോൾ ഒരു സർക്കിളായിരുന്നു അല്ലേ, ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ് വരച്ചാൽ അത്രയും ഇതായില്ല എന്നാൽ തന്നെ ഇത് സെൻറ്ററാണ്, സെൻറ്റർ ഓഫ് ദ കർവേച്ചർ. ഇത് എന്നാൽ എന്താണെന്ന് നമുക്കിപ്പോൾ പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണെന്ന് ഈ പടം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണം. ഇത് സി, സെൻറ്റർ ഓഫ് ദ കർവേച്ചർ അല്ലേ. അടുത്ത പോൾസ് എന്ന് വെച്ചാൽ എന്താ അറിയാമോ? നമ്മുടെ ഈ മിററിൻ്റെ ഏറ്റവും ഈ സെൻറ്ററിൽ വരുന്ന ഈ സെൻറ്ററിൽ വരുന്ന ഈ പോയിന്റിന് പറയുന്ന പേരാണ് പോൾസ് കേട്ടോ. ഇതൊക്കെ എന്താണെന്നുണ്ടേ
എന്താണ് പോൾസ് എന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് സെന്റർ ഓഫ് എ കർവേച്ചർ എന്നാൽ എന്താണ്? സെന്റർ ഓഫ് എ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട് ഈസ് ദ സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രമാണ്. ഇതൊന്ന് റഫായിട്ട് അറിഞ്ഞിരിക്കാനാട്ടോ. ഒരു മാർക്കിനൊക്കെ ചോദിച്ചാൽ അറിയണം കുഞ്ഞുങ്ങളെ കേട്ടോ. ഒരു മാർക്കിന് ചോദിച്ചാൽ അറിയാൻ വേണ്ടിയാണ്. ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. ഒരു മാർക്കിന്റെ പഠിച്ചല്ലോ. സെന്റർ ഓഫ് എ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട് ഈസ് ദ സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് എ മിറർ ഓഫ് ദ മിറർ അല്ലേ. ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. അതായത് സി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു സർക്കിളിന്റെ സെന്റർ, അതാണ് സെന്റർ ഓഫ് ദ കർവേച്ചർ. ഓക്കെ ആണോ? ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ പോൾസ്. പോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട് പോൾ എന്നാൽ എന്താണ്? പോൾ ഓഫ് എ മിറർ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദ മിറർ. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവാണ് പോള്. ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഒരു പോൾ എന്നാൽ എന്താന്ന് ചോദിച്ചാൽ ഒരു ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവാണ് പോള്. അതായത് നോക്കിയേ, ഇത് കണ്ടോ, ഇതെന്നല്ല, ഒരു ദർപ്പണം, ഒരു കണ്ണാടി അല്ലെ ഒരു മിററിന്റെ പ്രതിപതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ഇവിടെ ഇല്ലേ, പ്രതിപതന ഇവിടെ ഇങ്ങനെ അടിക്കുന്നില്ലേ, പ്രതിപതനത്തിന്റെ മധ്യബിന്ദുവിനെയാണ് എന്ത് പറയുന്നത്? പോള്. അറിയണേ, പരീക്ഷയ്ക്ക് ഇത് പടം വരച്ച് എഴുതാൻ ചോദിക്കും. പോള് ഇതെന്താണ്? സെന്റർ ഓഫ് ദ കർവേച്ചർ. അപ്പൊ രണ്ടെണ്ണം പഠിച്ചു കേട്ടല്ലോ. അടുത്ത നമ്മൾ എന്താണ് ഫോക്കസ്? എന്താവും നിങ്ങളെ? ഫോക്കസ് എന്നാൽ എന്താണ്? ഫോക്കസ്. ഇനി ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്റർ ഓഫ് കർവേച്ചറിൻ്റെയും പോളിൻ്റെയും നടുക്ക് വരുന്ന ഇതിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഏതിൻ്റെയൊക്കെയാ? സെന്റർ ഓഫ് ദ കർവേച്ചറിൻ്റെയും പോളിൻ്റെയും നടുക്ക് വരുന്ന ഇതിന് പറയുന്ന പേരാണ് എന്താ? ഫോക്കസ് കേട്ടോ. അല്ലെ ഫോക്കൽ ലെങ്ത്. ഫോക്കസ് എന്ന് പഠിച്ചത് ഫോക്കസ്. അപ്പൊ സെന്റർ ഓഫ് ദ കർവേച്ചർ എന്താണ്? പോൾസ് എന്താണ്? ഫോക്കസ് എന്താണ്? മനസ്സിലായോ? ഇനി ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന ഈ വലിയ വരയ്ക്ക് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓരോന്നും മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ. പടം വരച്ച ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും. സി മീൻസ് സെന്റർ ഓഫ് ദ കർവേച്ചർ, അതായത് വക്രതാ കേന്ദ്രം. പി മീൻസ് പോള്, പോളിന് മലയാളത്തിലും പോളെന്ന് തന്നെയാണ്. എഫ് മീൻസ് ഫോക്കസ്, ഫോക്കസിന് എഫ് തന്നെ. പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ്? എന്താ നിങ്ങളെ? പ്രിൻസിപ്പൽ ആക്സിസ് എന്നാൽ എന്താണ്? എന്തായിരിക്കും? ഇതിന്റെ ഈ നേരെയുള്ള ഈ വലിയ വരയുണ്ടല്ലോ, അതായത് ഈ സർക്കിളിന്റെ കേട്ടോ, ഈ വരയ്ക്ക് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അതിനെ നമുക്ക് ഏതാ? പി എന്ന ഇതുകൊണ്ട് കൊടുക്കാം. അല്ല, പി പോളല്ലേ, അതുകൊണ്ട് ഇനി പി എന്ന് പറയണ്ട, പ്രിൻസിപ്പൽ ആക്സിസ് കേട്ടോ. ഇനി ഫോക്കൽ ലെങ്ത് എന്താണ്? എന്താണ് ഈ ഫോക്കൽ ലെങ്ത്? എന്തായിരിക്കും നിങ്ങളെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കും കേട്ടോ. അതായത് നമ്മുടെ ഈ ഫോക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫോക്കസിൻ്റെയും ഈ പോളിൻ്റെയും ഇടയിൽ ഒരു ദൂരമുണ്ട് കേട്ടോ. ഇവിടെ ഇത്രയും എടുത്ത് വരുന്ന ഒരു ദൂരമുണ്ട്. മനസ്സിലാക്കണം നിങ്ങളെ. അപ്പം നിങ്ങൾ ചോദിക്കും ഇതിന് തങ്ങൾ ഈ ദൂരമില്ലയോ എന്ന്, അല്ലേ? ഇവിടെയുണ്ട് കേട്ടോ. സെൻറ്റർ ഓഫ് ദ കർവേച്ചർ, അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരത്തിനെ നമ്മൾ, അതായത് സെൻറ്ററിൽ നിന്നും പോകുന്ന അല്ലേ വരയ്ക്ക് എന്താ പറയുന്നത്? റേഡിയസ് എന്നാണ്. അത് നമുക്കറിയാം അല്ലേ. സെൻറ്ററിൽ നിന്നും അതിൻ്റെ ആ സർക്കംഫറൻസ്, ആ ചുറ്റുവട്ടം അല്ലേ, അതിലോട്ട് വരുന്ന ഏതൊരു ഇതിനെയും നമുക്കറിയാം എന്താ? റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ സെൻറ്ററിൽ നിന്നും ഈ പി വരെയുള്ളതിന് പറയുന്ന പേര് എന്താണെന്നറിയോ? റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ്. എന്താ നിങ്ങളെ? റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ടെസ്റ്റിൽ തന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് അറിയണേ. റേഡിയസ് ഓഫ് കർവേച്ചർ കേട്ടോ. കർവേച്ചർ അതിൻ്റെ മലയാളം എന്തുവാ? വക്രതാ ആരം എന്ന് പറയും കേട്ടോ. വക്രതാ ആരം. അതുപോലെ തന്നെ ഈ ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ഉണ്ടല്ലോ, ഈ ഫോക്കസിൻ്റെയും പിയുടെയും ഇടയ്ക്കുള്ള ഇത്രയും സ്ഥലത്തിന് പറയുന്ന പേര് എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് എന്നാണ് കേട്ടോ. ഫോക്കൽ ലെങ്ത് ഇപ്പം മനസ്സിലായോ? ഈ തന്നിരിക്കുന്ന 5 എണ്ണം എന്തുവെന്ന് മനസ്സിലായോ? ഇനി ഇതിനകത്ത് ഒരാളൂടെ ഉണ്ട്, അതൊരു അപ്പേർച്ചർ എന്ന് പറയും കേട്ടോ. അപ്പേർച്ചർ വെച്ചാൽ ഒരു ഈ നമ്മുടെ ഈ ദർപ്പണം ഇവിടെ മുതൽ ഇവിടെ വരെ അല്ലേ നിങ്ങളെ, ഈ ഇത്രയും സ്ഥലത്തിന് പറയുന്ന പേരാണ് അപ്പേർച്ചർ കേട്ടോ. അപ്പേർച്ചർ. അപ്പം ഈ പടം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ഓരോ വരി എന്തുവെന്ന് പഠിച്ചാൽ മതി. സംഭവം പിടികിട്ടിയല്ലോ. എന്താ നിങ്ങളെ? അതായത് ഈ മിററിൻ്റെ സെൻറ്റർ, ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. ഈ സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. ഇതിൻ്റെ മധ്യബിന്ദുവിനെ പി, പോൾസ് എന്ന് പറയുന്നു.
അല്ലേ? പോൾസിനും സെന്റർ ഓഫ് കർവേച്ചറിനും ഇടയിലുള്ള ബിന്ദുവിനെ ഫോക്കസ് എന്ന് പറയുന്നു. ഇതിന്റെ വലിയ വരയ്ക്ക് പറയുന്ന പേര് പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ്. പിന്നെ നമ്മുടെ ഈ മിററിന്റെ എവിടെ വരെയാണോ ഈ പ്രകാശം അടിക്കുന്നത് അല്ലേ, മിററിന്റെ ഇത്രയും ഭാഗത്തിനെ നമ്മൾ അപ്പേർച്ചർ എന്നാണ് പറയുന്നത്. എന്താണ്? അപ്പേർച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ എഴുതും നോക്കിയേ. സെന്റർ ഓഫ് എ സ്പിയർ ഓഫ്, അതൊന്ന് നോക്കണേ നിങ്ങൾ, ഒരു മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. സെന്റർ ഓഫ് എ സ്പിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട് ഈസ് ദ സെന്റർ ഓഫ് എ കർവേച്ചർ ഓഫ് ദ മിറർ. ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ അപ്പേർച്ചർ. അപ്പേർച്ചർ ഓഫ് എ മിറർ ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഓഫ് ദ മിറർ. ഒരു ദർപ്പണത്തിന്റെ പ്രതിപതന തലമാണ് അല്ലെ, നമ്മളിപ്പോ പഠിച്ചില്ലേ അതിന്റെ ഇത്രയും പ്രതിപതന തലത്തിന് പറയുന്ന പേരാണ് അപ്പേർച്ചർ. പോൾസ് എന്നാൽ എന്തായിരുന്നു? പോൾസ് ഓഫ് ദ മിറർ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഓഫ് ദ മിറർ. ആ ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു, ഇതിപ്പോ ആ ദർപ്പണമാണ്, അതിന്റെ ഈ മധ്യബിന്ദുവിന് പറയുന്ന പേരാണ് പോൾസ് അല്ലെ. ഫോക്കൽ ലെങ്ത് എന്തായിരുന്നു? ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ ഓഫ് ദ മിറർ ടു ഇറ്റ്സ് പ്രിൻസിപ്പൽ ഫോക്കസ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് അല്ലേ. ഫോക്കൽ ലെങ്ത് എന്തായിരുന്നു അറിയണേ നിങ്ങൾ കേട്ടോ, ഇത് ചോദിക്കും ഫോക്കൽ ലെങ്ത് കേട്ടോ. ഫോക്കൽ ലെങ്ത് ഓർമ്മയുണ്ടോ? ഏതായിരുന്നു ഫോക്കൽ ലെങ്ത് കേട്ടോ? ഇവിടെ നിന്ന് ഇവിടെ വരെ ഫോക്കസും കാണാൻ പറ്റത്തില്ല കേട്ടോ, ഫോക്കൽ ലെങ്ത്. പിന്നെ ഫോക്കൽ ലെങ്ത് ഫോക്കസിന്റെയും പോളിന്റെയും ഇടയിലുള്ള ദൂരമാണ് കേട്ടോ. പിന്നെ ഫോക്കൽ ലെങ്ത് ഒരു ദർപ്പണത്തിന്റെ പോളിൽ നിന്നും അതിന്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലത്തിനെ നമ്മൾ ഫോക്കസ് ദൂരം അല്ലെ, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നു. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? സെന്റർ ഓഫ് കർവേച്ചറിന്റെയും പോൾസിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ്. ഒരു മാർക്കിനൊക്കെ അത് ചോദിക്കുക. അതിനാ ഞാൻ ഇങ്ങനെ തന്നെ എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, കാണാതെ പഠിക്കേണ്ടാവും നിങ്ങൾ, അത് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ. സി എന്താണ്? സി സെന്റർ ഓഫ് ദ കർവേച്ചർ ആണ്. സെന്ററിന്റെ പോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദർപ്പണത്തിന്റെ മിഡ് പോയിന്റ് ആണ് അല്ലേ. ആ മിഡ് പോയിന്റിന്റെ അത് നിങ്ങൾ നല്ലപോലെ, ഞാനിപ്പോൾ ഇരുന്ന് ഇതായതുകൊണ്ട് നോക്കിയേ, സെന്റർ ഓഫ് ദ കർവേച്ചർ, പോൾസ്, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വരുന്ന മധ്യബിന്ദു ഫോക്കസ്, ഈ ഇത്രയ്ക്ക് പറയുന്ന പേരാണ് അപ്പേർച്ചർ കേട്ടോ. ഇതിന്റെ വലിയ വരയ്ക്ക് പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസ്. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ. ഇതെന്തുവാണെന്ന് അറിയാന്നുള്ളതാണ്, ഇതിന്റെ തീറമാണിത്. പിന്നെ നമ്മുടെ ടെസ്റ്റിൽ ഇതിനെ വിശദമായിട്ട് തീറം തന്നിട്ടുണ്ട്. ഞാനത് ചുരുക്കി ഓരോ വരി എന്ന് പറയുന്നെങ്കിലും ഞാനോ നിങ്ങളെ വിശദമായിട്ട് ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അതായത് 11ാമത്തെ ദ ഡയാമീറ്റർ ഓഫ് ദ സർക്കുലർ ഡിഫ്ലക്റ്റിംഗ് സർഫേസ് ഓഫ് എ സ്പെറിക്കൽ മിറർ ഈസ് കാൾഡ് അപ്പേർച്ചർ അല്ലെ. ദ മിഡ് പോയിന്റ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് കാൾഡ് പോൾ. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വൃത്താകൃതിയിലുള്ള പ്രതിപതന തലത്തിന്റെ വ്യാസത്തെയാണ് അപ്പേർച്ചർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ അതിനെ ഒരു മാർക്കിന്റെ മുമ്പ് പറഞ്ഞത്, അതല്ലാതെ വിശദമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ എഴുതണം കേട്ടോ. ദ ഡയാമീറ്റർ ഓഫ് ദ സർക്കുലർ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഓഫ് എ സ്പെറിക്കൽ മിറർ ഈസ് കാൾഡ് അപ്പേർച്ചർ. ദ മിഡ് പോയിന്റ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് കാൾഡ് പോള്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വൃത്താകൃതിയിലുള്ള പ്രതിപതന തലത്തിന്റെ വ്യാസത്തെയാണ് അപ്പേർച്ചർ എന്ന് പറയുന്നത്. പ്രതിപതനത്തിന്റെ മധ്യബിന്ദുവിനെ നമ്മൾ എന്ത് പറയുന്നു? പോൾ എന്ന് പറയുന്നു. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ദ ഇമാജിനറി ലൈൻ കണക്ടിംഗ് ദ സെന്റർ ഓഫ് ദ കർവേച്ചർ ആൻഡ് പോൾ ഓഫ് ദ മിറർ ഈസ് കാൾഡ് പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസ് അല്ലെ. വക്രതാ കേന്ദ്രത്തിന്റെയും പോളിനെയും ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്ന സാങ്കല്പിക നേർരേഖയാവും നിങ്ങളെ ഗോളീയ ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. അറിയണേ, ഇത് ഇതാ എന്താ നമ്മുടെ ദർപ്പണമാണ്. ദർപ്പണത്തിന്റെ ഇത് സെന്റർ ആണ് ഇല്ലേ. സെന്ററിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് എന്താ? സി ആണ്. ഇത് എഫ് ആണ്. ഇത് പി ആണ്. ഇത് അപ്പേർച്ചർ അല്ലെ. ഇത് മൊത്തത്തിന് അപ്പേർച്ചർ എന്ന് പറയുന്നു. ഇത് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നു. ഇത് നല്ലപോലെ പഠിച്ചോണേ കേട്ടോ, പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ ഇതിന്റെയൊക്കെ തീറം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതണം കേട്ടോ. അപ്പേർച്ചർ എന്നാൽ എന്ത്, പ്രിൻസിപ്പൽ ആക്സിസ് എന്നാൽ എന്ത് കേട്ടോ. അതൊക്കെ നല്ലതുപോലെ എന്താ തീറം എഴുതിക്കോണം കേട്ടോ, തീറം ചോദിക്കും. ഇനി നമ്മുടെ ടെസ്റ്റിൽ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ടോ നിങ്ങൾ കേട്ടോ, അത് ഞാൻ വരച്ച് കാണിക്കാം. നമ്മുടെ ടെസ്റ്റിലെ ഒരു ചോദ്യമാണ്, ഗോളീയ ദർപ്പണത്തിന്റെ പ്രതിപതനം എന്നാൽ എന്താണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. മുഖ്യാക്ഷം ഗോളീയ ദർപ്പണത്തിന്റെ പ്രതിപതനം. അതിന്റെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മുമ്പ് ഞാൻ എന്തിനാ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെ, പ്രകാശത്തിന്റെ പ്രതിപതനം എന്നാൽ എന്തെന്ന് നിങ്ങളോട് ചോദിച്ചു. ഇതൊരു സ്മൂത്ത് സർഫസ് ആവും നിങ്ങളെ, ഒരു എന്താ നല്ല ഒരു പ്രതലമാണ്. ഇതിലോട്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുക കേട്ടോ, മനസ്സിലായോ? ഇങ്ങോട്ട് ഞാനൊരു ടോർച്ച് അടിക്കുക ഇവിടോട്ട്.
ആ ടോർച്ച് ഇവിടെ വന്ന് പതിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. ഇങ്ങനെ ഞാൻ ഇങ്ങോട്ടടിക്കുന്നു, ഇവിടെ നിന്നും അങ്ങോട്ടത് തിരിച്ചു പോകുന്നു. മനസ്സിലായോ ഇത്രയും? അപ്പോൾ നോക്കി നിങ്ങളെ നമ്മളൊരു കോൺകേവ് മിററിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ ഈ പ്രകാശം അടിക്കുന്നതിനെ കുറിച്ചൊന്ന് കാണിച്ചതാണ്. നമ്മളിപ്പോൾ ഇതിനെ ഇൻസിഡൻറ്റ് റേ എന്നാണ് പറയുന്നത് കേട്ടോ. ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നു. അല്ലെങ്കിൽ പതന കോണം എന്നാണ് അതിൻ്റെ മലയാളം. ഇത് നമ്മൾ നേരെ കഴിഞ്ഞ വർഷം ഒന്ന് പഠിച്ചത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. പതന കോണം ഇവിടെ വന്നിത് പതിച്ചിട്ട് തിരിച്ചു പോകുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? റിഫ്ലക്റ്റഡ് റേ എന്നാണ് പറയുന്നത് അല്ലേ. മുമ്പ് ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്ന് ചോദിച്ചില്ലേ? റിഫ്ലക്റ്റഡ് റേ അല്ലേ. പ്രതിപതന കോണ് എന്നാണ് പറയുന്നത്. പ്രതിപതന കോൺ എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ നേരെ പെർപെൻഡിക്കുലറായിട്ട് ഇവിടെ ഒരു നോർമൽ ലൈൻ ഉണ്ട് കേട്ടോ. നിങ്ങളിത് പഠിച്ച ഓർമ്മ ഉണ്ടോ? റിഫ്ലക്റ്റ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇതിന് നേരെ നോർമലാണ്. ഇത് നോർമൽ റേ ആണ്, അതിനൊരു ഇതുമില്ല, നോർമൽ. ഇനി നോക്കുഞ്ഞില്ലേ ഇൻസിഡൻറ്റ് റേയും. ഇപ്പം ഈ ഇൻസിഡൻറ്റ് റേയും നോർമലിനും ഇടയ്ക്ക് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്, ഇവിടെയും ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലാക്കണേ. ഈ ഇൻസിഡൻറ്റ് റേ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പ്രകാശം ഇങ്ങനെ ഈ പ്രതലത്തിലോട്ട് അടിച്ചപ്പോൾ ഇതിനൊരു നോർമൽ റേ ഓൾറെഡി ഇവിടെ കേട്ടോ നേരായ ഒരു ഇതുണ്ട്. നമ്മുടെ ടെസ്റ്റിലാണ്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് അത് കാണിക്കുന്നുണ്ട്, അത് ഞാൻ പറയാം. ഇവിടെ വന്ന് പതിച്ചിട്ട് തിരിച്ച് അത് പോവുകയാണ്. അപ്പം നമ്മൾ ഇവിടെ എത്ര ചരിച്ചാണോ ഇവിടോട്ട് നമ്മൾ കൊടുക്കുന്നത് അത്രയും തന്നെ ചരിഞ്ഞായിരിക്കും കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അതായത് ഇവിടെ ഒരു ഡിഗ്രി ഞാൻ പറയാം, ഇവിടെ 30 ഡിഗ്രി ചരിച്ചാണ് ഞാൻ ഈ ടോർച്ചിൽ ഇങ്ങനെ പ്രകാശം ഇവിടോട്ട് അടിച്ചെങ്കിൽ ആ അത്രയും തന്നെ 30 ഡിഗ്രി ആയിരിക്കും അത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതെന്ന്. മനസ്സിലായോ? പതന കോണും പ്രതിപതന കോണും എങ്ങനെയാണെന്നാ ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിററിൻ്റെ ആണ് അല്ലേ. ഇവിടെ നമ്മൾ ഏത് മിററാണ് കോൺകേവ് പറയുമ്പോൾ നിങ്ങൾ ഈ പുറത്താണ് ഇങ്ങനെ ഡോട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പുറത്ത് നിങ്ങൾ ആ ചിത്രം നോക്കണേ, കോൺകേവ്. മനസ്സിലായോ? കണ്ടോ കോൺകേവ്. അപ്പോൾ ഇതിനകത്തിൽ ഇത് നമ്മൾ പറഞ്ഞു പോൾസ് അല്ലേ. ഇതിൻ്റെ പോൾസാണ്, ഇത് സെൻറ്ററാണ്, നമ്മളിത് പഠിച്ചതാണ് അല്ലേ. ഇങ്ങനെ പോവുകയാണ്. ഇത് ഫോക്കൽ ലെന്താണ്, ഫോക്കസാണ്. ഇത് ഇത്രയും നമ്മൾ പഠിച്ചതാണ്. ഇത് സി ആണ്, ഇത് എഫ് ആണ്, ഇത് പി ആണ്, ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഈ വലിയ വരയ്ക്ക് പ്രിൻസിപ്പൽ ആക്സിസ് ആണെന്നൊക്കെ ഇപ്പം നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിനകത്തിൽ ഞാൻ നോക്കുഞ്ഞുങ്ങൾ നമ്മൾ ഈ പോൾസിലോട്ട് ഇവിടെ നിന്ന് ഞാനിപ്പോൾ നമ്മൾ ആ മേളിൽ പറഞ്ഞ ഓർത്താൽ മതി. ഈ പോൾസിലോട്ട് ഞാൻ ഇങ്ങോട്ട് പ്രകാശം അടിക്കുക എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന അത് ആരോ മാർക്ക് ഇങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിലോട്ട് വന്ന് അടിക്കുന്നത് നമ്മളപ്പോൾ അതിനെന്താ പറഞ്ഞത്? പതന കോൺ. മലയാളത്തിൽ പതന കോൺ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേ. ഇത് വരയ്ക്കാനൊക്കെ ചോദിക്കുമായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ആരോ മാർക്കിനൊക്കെ വളരെ പ്രധാനമാണ്. ഇൻസിഡൻറ്റ് റേ ഷോർട്ട് ഫോമിന് നമ്മൾ ഐ എന്ന് പറയാം. ഐ എന്ന് പറയാം കേട്ടോ, ഐ. ഇനി അത് വന്നിട്ട് ഇവിടെ വന്ന് തട്ടിയിട്ട് നോക്കി അത് തിരിച്ച് ഇങ്ങോട്ട് പോവുക. അപ്പോൾ പോവുക എന്നുള്ളതിന് ഇങ്ങോട്ടുള്ള ആരോ കേട്ടോ പോയിക്കൊണ്ടിരിക്കുക. അതെന്താണ്? റിഫ്ലക്റ്റഡ്. മുമ്പ് നമ്മൾ പഠിച്ചതാണ് റിഫ്ലക്റ്റഡ് റേ അല്ലെങ്കിൽ പ്രതിപതന കോണ് കേട്ടോ. മനസ്സിലാക്കണേ. പ്രിൻസിപ്പൽ ആക്സിസ് ആണിത്. ഇതൊക്കെ നമ്മളിപ്പോൾ കുറേ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ എന്തുവാ ഇപ്പം നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ എത്ര ഡിഗ്രി ആണോ നമ്മൾ ഇങ്ങോട്ട് ചരിച്ച് വരച്ചത് ഇതെന്താ നോർമൽ റേ അല്ലേ പറഞ്ഞു വരുമ്പോൾ അല്ലേ. ഇതിനകത്തിൽ ഇതെന്താ നമ്മൾ ഇത് വെച്ച് നോക്കിക്കേ. ഈ വര ഏതാണ്? നോർമൽ റേയാ. പ്രിൻസിപ്പൽ ആക്സിസ് ഇവിടെ എന്തായിട്ടാണ് വന്നത്? നോർമൽ റേ ആയിട്ടാണ് വന്നത്. ആ നോർമൽ റേക്കും നമ്മൾ ആ അടിച്ച് അതുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ആ പ്രകാശവും തങ്ങളിലുള്ള ഇടയിൽ വരുന്നത് ഇൻസിഡൻറ്റ് റേയാ അല്ലേ. ആ ഇൻസിഡൻറ്റ് റേ ഞാനൊരു 40 ഡിഗ്രി ചരിച്ചാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തും എത്ര ആയിരിക്കും നിങ്ങൾ? ഇവിടെ എത്രയായിരിക്കും? 40 ഡിഗ്രി തന്നെ ആയിരിക്കും. അത് ഓർത്തോണേ. എന്ന് വെച്ചാൽ അത് തുല്യമായിരിക്കും എന്നാണ് കേട്ടോ. അപ്പോൾ തങ്ങളിൽ എന്തുമായിരിക്കും? തുല്യമായിരിക്കും എന്നാണ്. നമ്മുടെ ടെസ്റ്റിൽ ഒരു ചോദ്യമുണ്ട്. അത് കണ്ടോ ഇതാണ് നോർമൽ എയും ബിയും രണ്ടായിട്ട് ഇൻസിഡൻറ്റ് റിഫ്ലക്റ്റ്. അത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി അത് തന്നത്. അപ്പോൾ ഇവിടെ ഡിഗ്രി അളവ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പതന കോണ് 30 ആണെങ്കിൽ പ്രതിപതന കോൺ എത്ര ആയിരിക്കുമെന്ന്. എത്രയാ? 30 തന്നെ ആയിരിക്കും. അതിനൊരു മാറ്റവും ഇല്ല അല്ലേ. 40 ആണെങ്കിലോ 40 തന്നെയാണ്. 60 ആണെങ്കിലും 60. അതിന് ഒരു മാറ്റവും ഇല്ല. നമ്മൾ എത്രയാണോ കൊടുക്കുന്നത്, എത്ര ഡിഗ്രി ആണോ അതിലോട്ട് അടിക്കുന്നത് അത് തന്നെയായിരിക്കും തിരിച്ചു പോകുന്നത് കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ ആൻസറാണ്. പതന കോണിൻ്റെ ഡിഗ്രി കേട്ടോ. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഡിഗ്രി
കണ്ടോ, ഇൻസിഡന്റ് ഡിഗ്രി, ആംഗിൾ ഓഫ് റിഫ്ലക്റ്റഡ് ഡിഗ്രി. 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 40 തന്നെയാണ്, 30 ആണെങ്കിൽ അവിടെയും 30. അതിന് ഒരു മാറ്റവും വരത്തില്ല എന്ന് ഓർത്തോണേ കേട്ടോ, അത് ചോദിക്കും. ഗോളീയ ദർപ്പണങ്ങളിലെ പതനകോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. ദ സ്ഫെറിക്കൽ മിറർ ദ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി അടുത്ത പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺകേവ് മിറർ. അതിൻ്റെ തൊട്ട് താഴത്തെ കണ്ടോ, കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ്. അതായത് ഇൻ എ കോൺകേവ് മിററിൽ ദ ലൈറ്റ് റേസ് ദാറ്റ് ഫാൾ parallel to the principal axis pass through a particular point on the principal axis after reflection. This point is called the principal focus of the concave mirror. ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ചോദ്യം മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. എന്താണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇംഗ്ലീഷുകാർ ഇത് ഇത്ര എഴുതിയെടുക്കണം, മലയാളംകാർ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു പ്രത്യേക ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഈ ബിന്ദുവിനെ കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നു. വല്ലോ മനസ്സിലായോ? നമ്മുടെ ടെസ്റ്റിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫോക്കസ് പഠിച്ചതാണ്. ഇതാവുന്നില്ല, ഇത് അപ്പേർച്ചറാണ് അല്ലേ, ഇതിൻ്റെ ഈ പോയേക്കുന്ന ഇതിൻ്റെ പോൾസാണ് അല്ലേ, ഇത് അതിൻ്റെ മിഡ് പോയിന്റ് പോൾസ് ആണ്, ഇത് കർവേച്ചറാണ്. നമ്മൾ പറഞ്ഞു അതിൻ്റെ മിഡ് പോയിന്റ് എന്ന് വെച്ചാൽ എഫ് ഫോക്കസ് ആണ് അല്ലേ. അപ്പം നമ്മൾ നോക്കിയേ, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ അത് ഇതിലേക്കൂടെ പാസ് ചെയ്യുന്നതെന്ന് നോക്കിയേ ഫോക്കസിലൂടെയാണ്. മുഖ്യ ബിന്ദുവിലൂടെ, ഒരു പ്രത്യേക ബിന്ദുവിലൂടെ അത് കടന്നു പോകുന്നുണ്ടെന്ന്. ആ ബിന്ദുവിൻ്റെ പേരെന്താണ്? കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നു. എല്ലാ വരെയും നമ്മൾ ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ വരെയും വന്ന് നിൽക്കുന്ന എവിടാ നോക്കിയേ കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് വരയ്ക്കാൻ ചോദിക്കുവേ കേട്ടോ. അത് അത്രയും വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കണം. ഇതിനെന്തെങ്കിലും ഡൗട്ട് ഈ പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ.